ഈ പ്രചരണം അവസാനിക്കുന്ന വേളയിലും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾ പല കാൻഡിഡേറ്റ്സിനെയും കണ്ടിട്ടുണ്ടാവും. അവരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടി ഈ അഴിമതിയും ഈ കെടുകാര്യസ്ഥതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജനഹിതമായിട്ടുള്ള ഒരു ഭരണസമിതി, അവിടെ അഴിമതിയില്ലാത്ത ജനപക്ഷം ചിന്തിക്കുന്ന ഒരു ഭരണസമിതിക്ക് വേണ്ടി. അതുകൊണ്ട് UDFന് ഈ പ്രാവശ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം കോഴിക്കോട് അടക്കമുള്ള മറ്റ് ജില്ലകളിലും അതുപോലെ തന്നെയുള്ള ചലനങ്ങളുണ്ടാവും. കോഴിക്കോടും ആ രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാവും. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന നിമിഷവും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. എന്നോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷൻ മലാപ്പറമ്പ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി KC ശോഭിത ചേരുന്നുണ്ട്. നിലവിലെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? ഇപ്പം ഇന്നത്തോടുകൂടി പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? വളരെ നല്ല ഒരു അപ്രോച്ചാണ് ജനങ്ങളിൽ നിന്നുള്ളത്. പലരും പറയുന്നു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങളെ വോട്ട് ഇവിടെ ഷുവറാണ്, ഇനി വരേണ്ടതില്ല എന്ന്. അപ്പോൾ നമ്മൾ ജനങ്ങളെ കണ്ട് എല്ലാവർക്കും സ്ലിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയും ഇനി ലാസ്റ്റ് ലാപ്പിൽ മറ്റാരെങ്കിലും നമ്മൾ പലപ്പോഴായി കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഒന്നുകൂടി കാണുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ വ്യക്തമായിട്ട് ഒരു ധാരണയായിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ജനങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കൊട്ടിക്കലാശം അത്തരം ആഘോഷ പരിപാടി നടക്കുക, ഇന്നും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കൽ തന്നെയാണോ? ഇന്ന് 3:30-ക്ക് ഞങ്ങളുടെ കൊട്ടിക്കലാശം ഉണ്ട്. അപ്പോൾ അതുവരെയുള്ള സമയം പാഴാക്കേണ്ട എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ലാസ്റ്റ് ലാപ്പ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും നമ്മൾ റെഡിലി അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനും അതാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ആ രീതിയിൽ അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ ലാസ്റ്റ് മിനിറ്റ് വരെ വീടുകൾ കയറി ആളുകളുമായി സംസാരിക്കാനും വോട്ട് ചോദിക്കാനുള്ള സമയമായിട്ട് ഉപയോഗിക്കും. പരമാവധി ഈ വാർഡിലെ പരമാവധി വീടുകളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനോട്? ഞങ്ങളിപ്പോൾ 3 റൗണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 4ാം റൗണ്ട് പല ഭാഗങ്ങളിലായി കയറിയിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്, അവരെ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 10 വർഷമായി ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് മറ്റു പക്ഷത്തുള്ള ആളുകൾക്കൊരു വലിയ വെല്ലുവിളിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ചട്ടലംഘനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ അതിനെതിരെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും പരാതിയായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ യഥാവണ്ണം നിറവേറ്റാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായി ജനങ്ങൾ എടുക്കുന്നതാണ് വിശ്വാസം. മുൻപത്തേതിലും നല്ലൊരു മെജോറിറ്റിയിൽ ജയിക്കാൻ പറ്റുമെന്നാണ്. എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പിൽ ഫെയർ ആയിട്ടുള്ള രാഷ്ട്രീയം അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സ്, അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ മറുപക്ഷത്തു നിന്നുണ്ടാവുമ്പോൾ വീണ്ടും ഞങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ ഫെയർ ആയിട്ടുള്ള രാഷ്ട്രീയം അതായിരിക്കണം കൈമുതൽ. മലാപ്പറമ്പ് വാർഡ് സ്വാഭാവികമായിട്ടും UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. മൊത്തത്തിൽ ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് UDF വന്നത്. ആ പ്രതീക്ഷ ഈ പ്രചാരണം അവസാനിക്കുമ്പോൾ ഈ പ്രചരണം അവസാനിക്കുന്ന വേളയിലും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾ പല കാൻഡിഡേറ്റ്സിനെയും കണ്ടിട്ടുണ്ടാവും. അവരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടി ഈ അഴിമതിയും ഈ കെടുകാര്യസ്ഥതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജനഹിതമായിട്ടുള്ള ഒരു ഭരണസമിതി, അവിടെ അഴിമതിയില്ലാത്ത ജനപക്ഷം ചിന്തിക്കുന്ന ഒരു ഭരണസമിതിക്ക് വേണ്ടി. അതുകൊണ്ട് UDFന് ഈ പ്രാവശ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം കോഴിക്കോട് അടക്കമുള്ള മറ്റ് ജില്ലകളിലും അതുപോലെ തന്നെയുള്ള ചലനങ്ങളുണ്ടാവും. കോഴിക്കോടും ആ രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാവും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിലും KC ശോഭിതയുള്ളത്. ഇത്തവണ UDFന് കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകുമെന്ന പ്രതീക്ഷ കൂടി അവർ ഈ ഘട്ടത്തിലും പങ്കുവെക്കുന്നുണ്ട്.